ഹേ ഗായ്സ്, വെൽക്കം ടു ജിൻസംജ വ്ളോഗ്സ്. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു. മറ്റേ നെയിം സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് എഴുതുന്ന ഒരു ചലഞ്ച് വീഡിയോ. അത് ഞാൻ ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടിലത്തെയും കൂടി എഴുതാനാണ് പോകുന്നത്. ഐ തിങ്ക് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു സൈഡിൽ ഇൻസ്റ്റഗ്രാമും ഒരു സൈഡിൽ യൂട്യൂബും ആയിട്ട് എഴുതാനാണ്. വെള്ളയാണ്, കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പം ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്ത് കമൻ്റ് ഇടുന്നവരും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ഇടുന്നവരുടെ നെയിംസാണ് ഇതിനകത്ത് എഴുതാനായിട്ട് പോകുന്നത്. സോ ഇത് മൊത്തം പേരെഴുതി ഫില്ല് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്താക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് എന്തായാലും ചലഞ്ച് തുടങ്ങാം. അപ്പൊ നിങ്ങളുടെ പേര് ഇതിനകത്ത് വരണമെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ഇടണം. ഓക്കെ, അപ്പൊ ഗൈസ്, ആദ്യത്തെ പേര് എഴുതാൻ പോവാണ്. റഷ്ദാൻ എന്നാണ് ആ പേര്. നമുക്ക് അത് എഴുതി തുടങ്ങാം. ഇതിപ്പോ എങ്ങനെ എഴുതും? ഇങ്ങനെ തന്നെ എഴുതാം. റഷ്ദാൻ ഫസ്റ്റ് നെയിം എഴുതിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഉണ്ട്. അടുത്ത അയാസ്. ആദ്യമായിട്ടൊരു ഒരു പെങ്കൊച്ചിന്റെ പേര് എഴുതാം. ഫിദ, അത് മതി. ഫാത്തിമ വേണ്ടല്ലോ, സോറി, ഫിദ അത്ര മതി. അപ്സര, ഇപ്പൊ നമ്മൾ എത്ര പേജ്? ആറാണ് പേര് ഇത്. അമീൻ, ശ്രീഹരി, പാർവതി, എലിയ, നസീ, ഹേയ് ഗൈസ്, യൂട്യൂബിൽ വന്നത് ഏകദേശം ഒരു 550 കൂടുതൽ കമൻറ്റ് വന്നിട്ടുണ്ട്. സോ അതിന് എല്ലാ പേരുകളും നമ്മൾ കറക്റ്റായിട്ട് തന്നെ എഴുതുന്നതായിരിക്കും. എഴുതാത്ത പേരുകളിൽ വരും വീഡിയോകളിൽ എഴുതുന്നതായിരിക്കും. അപ്പോൾ ഇത് ടൈം ലാപ്സ് വീഡിയോ ആണ്, അതാണ്. അപ്പോൾ ഞാൻ എല്ലാ പേരും ഒരുവിധം എഴുതിക്കൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേര് എഴുതണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കമൻറ്റ് ഇടുക. പിന്നെ ലൈക്ക് എന്തായാലും നിങ്ങൾ അടിക്കും. ഇൻസ്റ്റഗ്രാമിലത്തെയും കൂടി എഴുതണം എന്നുണ്ടായിരുന്നല്ല, പക്ഷേ എങ്കിൽ ഇൻസ്റ്റഗ്രാം അടിച്ചു പോയി കുറച്ച് നേരത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിലത്തെ കമൻറ്റ് ഇടാൻ പറ്റിയില്ല, കമൻറ്റ് നോക്കി എഴുതാൻ പറ്റിയില്ല. ബാക്കിയുള്ളതെല്ലാം, അതായത് യൂട്യൂബിലത്തെ എല്ലാം നമ്മൾ ഇന്നലെ തന്നെ ഒരുവിധം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവസാനം ഒരു ഷേപ്പാണിത് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്കിതായത്. ഇതൊരു ഹാർട്ട് ഷേപ്പിൽ ആയി, അതായത് ഒരു ചെരിഞ്ഞൊരു ഹാർട്ട് പോലത്തെ ഒരു സംഭവമായി. അപ്പോൾ ഇത്രയാണ് ഇന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട എന്താണ് വരുന്നുള്ളത്. ഈ ചലഞ്ചിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റാ.